വി ടി മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. നിലപാടിനെ CPM പലതരത്തിൽ വിമർശിക്കുന്നുണ്ട്. അതിൽ പലപ്പോഴും ലീഗിന് ഇങ്ങനെ CPM മുമ്പിൽ യാചിക്കേണ്ടി വരുന്നു, കോൺഗ്രസിന് മുമ്പിൽ അങ്ങനെയല്ല. കോൺഗ്രസ് മുസ്ലിം ലീഗും ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ മുന്നണിക്ക് അതിൽ കാര്യങ്ങളുണ്ട്. അതിനെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ന്യായമായ അവകാശം അവരംഗീകരിക്കും എന്ന് തന്നെ ഉള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് ഈ ഘട്ടത്തിലുണ്ട്. അത് നോക്കട്ടെ. അത് നോക്കാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കൂടുതൽ മോശമാക്കുന്നത് ശരിയല്ല. ആരുടെ താല്പര്യം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കുട്ടികളുടെ റെപ്രസെന്റേഷൻ വേണ്ട ഒരു സാഹചര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോകേണ്ട ഒരു സ്ഥലം കേരളം, അല്ലെങ്കിൽ അങ്ങനെ റെപ്രസെന്റേഷൻ ഉണ്ടാവേണ്ട ഒരു സ്ഥലം കേരളമാണ്. പല സമയങ്ങളിൽ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത് അടക്കമുള്ള പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ലീഗിന്റെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു അക്കോമഡേഷൻ പലപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്ത് നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായക ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാടിൽ തന്നെയാണോ ലീഗ് ഉള്ളത്, അല്ലെങ്കിൽ എല്ലാ തവണയുള്ളത് പോലെ അങ്ങനെ നിലപാടിൽ മാറ്റമില്ല. ഒരു ചേഞ്ചും ഇല്ല. മൂന്നാമത്തെ സീറ്റ് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ഒരു ആവശ്യകത ഉണ്ട്. സത്യമല്ലേ? വളരെ റീസണബിളാണ്. നിങ്ങളുടെ ഡിമാൻഡ് വളരെ റീസണബിളാണ്. നോക്കാം നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സമരാഗ്നി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും ഭയങ്കരമായിട്ട് ഇന്നലെയൊക്കെ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഒക്കെ കണ്ടിരുന്നത്. അത്തരത്തിലൊരു അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് അവർ സംഘടനാപരമായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ അതിലേക്ക് കയറി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവും. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം വലിച്ചടക്കാൻ നമ്മൾ വിചാരിക്കും. നോ കമൻസ്. താങ്ക് യു. മുസ്ലിം ലീഗ് നേതാവ് വി ടി മുഹമ്മദ് ബഷീർ MP മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എൻ്റെ തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ കണ്ടത്. അനന്തകൃഷ്ണൻ ഒരു സന്ദേശം പറഞ്ഞിരുന്നു യൂട്യൂബിൽ. തിരുവനന്തപുരത്ത് മുഴുവൻ റോഡ് പണിയാണെന്ന് പറഞ്ഞ ഒരു മരപ്പൊട്ടൻ മാപ്ര നിങ്ങൾക്കുണ്ടല്ലോ. നല്ല നിലവാരമുള്ള ചാനലും അതിന് പറ്റിയ ഒരു എഡിറ്ററും. എന്നെക്കുറിച്ചാണ് ഒരു പരിപാടി എങ്ങനെ മോശമായി കാണിക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യും. എൻ്റെ അനന്തകൃഷ്ണൻ, നമുക്ക് ഏറ്റവും നല്ല മഹോത്സവം നടക്കുന്നതിനിടയിൽ റോഡിൻ്റെ പണി കൊണ്ട് ഗതാഗതം ഒക്കെ ബുദ്ധിമുട്ടായാൽ, നാട്ടുകാർക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായാൽ അത് പ്രേക്ഷകരിലെത്തിക്കേണ്ട ജോലി നമ്മുടെ ജോലിയാണ്. അത് മരപ്പൊട്ടൻ മാപ്ര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മാപ്രയുടെ മരം പൊട്ടും. നമുക്കെന്താ ചെയ്യാൻ പറ്റും?